പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ SSLC കുട്ടികളുടെ സെൻഡ് ഓഫിന് ഉണ്ടായ വിഷയത്തിൽ ഒരു കുട്ടി തലയ്ക്കടിയേറ്റ് മരിച്ചു. അവന് പരീക്ഷ സാധിക്കത്തില്ല. മോഡൽ എക്സാമിന് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് സ്കോർ ചെയ്ത് വന്ന പയ്യന് മരണം നടന്നു. ഞാനിതിനെ കുറ്റപ്പെടുത്തുന്നത് മാതാപിതാക്കളെയും അധ്യാപകരെയും മാത്രമാണ്, കുട്ടികളെയല്ല. കുട്ടികളിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും. കുട്ടികൾക്കെങ്ങനെ പൈസ കിട്ടുന്നത് ഇങ്ങനെ വാങ്ങിക്കാൻ? ലഹരിയോ മറ്റ് സാധനങ്ങളോ? 2, പകവെച്ച് മനസ്സിൽ നിന്ന് തീരാം വരെ തല്ലിത്തീർക്കാൻ വേണ്ടി മാത്രം കത്തി വെച്ചേക്കുന്ന തലയ്ക്കകത്ത് ആർക്കാടോ വെള്ളമൊഴിച്ച് കിടത്താൻ സാധിക്കാത്തത്? അധ്യാപകൻ എന്ന പേരിൻ്റെ അർത്ഥം ഗുരു, ഒക്കെ അർത്ഥമൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, പക്ഷേ എങ്കിലും ഞാൻ പറയാം. അധ്യാപകൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിദ്യ കൊടുക്കുന്നവൻ മാത്രമല്ല, നേരായ വഴിയിലൂടെ കൊണ്ടുപോകുന്നവനായിരിക്കണം. അത് ചില സമയത്ത് ഞാൻ കെമിസ്ട്രി പഠിപ്പിച്ചു, എൻ്റെ കാര്യം കഴിഞ്ഞു. അങ്ങനെയല്ല, ഓരോ കുട്ടികളും ക്ലാസ് വിട്ട് പോകുന്നിടം വരെ, ആ ക്യാമ്പസ് വിട്ട് പോകുന്നിടം വരെ നോക്കുന്നവനാണ് അധ്യാപകൻ. എവിടെയോ നമ്മുടെ വിദ്യാഭ്യാസം പരാജയപ്പെട്ടു. അതെനിക്ക് അത്യാവശ്യം വേദനാജനകമായിട്ടാണ് പറയുന്നത്. കാരണം ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ടാണ്. അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, എൻ്റെ അധ്യാപകരെ എൻ്റെ അടുക്കയിൽ നിന്ന് ഒരു ദിവസമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, നൈറ്റിൽ ക്യാമ്പസ് ഫെയർ നടത്തുമ്പം നിങ്ങളെല്ലാം ക്യാമ്പസിൽ നിന്ന് വിട്ടുപോയിട്ട് മാത്രമേ ഞാനിവിടെ നിന്ന് പോകാറുള്ളൂ. എൻ്റെ ഏതെങ്കിലും വിദ്യാർത്ഥി കേൾക്കുന്നുണ്ടെങ്കിൽ, അധ്യാപക വിദ്യാർത്ഥി കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് ആ ക്യാമ്പ് ഫെയർ തുടങ്ങുന്ന നിമിഷം മുതൽ അവസാനം വരെ ആ ക്യാമ്പസിൽ തന്നെ കിടന്നുറങ്ങും. കാരണം എന്താ? മറ്റൊന്നും ഉണ്ടാവാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പോകുന്നൊരവസ്ഥ മോശമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നു. ഒന്ന് കൈ ഉയർത്തി ഒന്ന് മാറട എന്ന് പറയാൻ സാധിക്കാത്ത അധ്യാപകരൊക്കെ, നിങ്ങൾ BEd കഴിച്ചങ്ങ് ജീവിച്ച് വീട്ടിലിരിക്കും. നിങ്ങൾക്ക് ഇച്ചിരി സോഷ്യൽ ഐക്യു വേണം, ഇമോഷണൽ ഐക്യു വേണം. പിന്നെ അടുത്തൊരു ഐക്യൂടെ ഞാൻ പറഞ്ഞേക്കാം, അതുകൂടെ കേട്ടോ. ആരും എഴുതാത്തൊരൈക്യം വരാൻ, അതുകൂടെ അങ്ങ് എടുത്തോ. അഫക്ഷണൽ ഐക്യു എന്നുണ്ട്. അത് അഫക്ഷണൽ ഐക്യൂവിൽ ശകലം കൂടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവിടെ നിങ്ങളുടെ കണ്ണ് കണ്ട പിള്ളേർ മാറിക്കോളും. നിർത്തുന്നു. ജോൺസൺ കരൂർ.